മുനമ്പം വഖഫ് കേസിൽ മലക്കം മറിഞ്ഞ് ഭൂമി വഖഫ് ചെയ്ത സിദ്ദിഖ് സേഠിന്റെ മകളുടെ മക്കൾ. ഭൂമി വഖഫ് അല്ല എന്ന സിദ്ദിഖ് സേഠിന്റെ മക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്നും എടുക്കണം എന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. മുഹമ്മദ് ഷഹീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണിപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരെന്താണ് പറയുന്നത് ഷഹീദ്? ഗുഡ് മോർണിംഗ് മോത്തി. മുനമ്പം കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നിലപാട് മാറ്റമാണ് ഇപ്പോൾ സിദ്ദിഖ് സേഠിൻ്റെ, അതായത് മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്ത സിദ്ദിഖ് സേഠിൻ്റെ ചെറുമകൾ, അവരുടെ സിദ്ദിഖ് സേഠിൻ്റെ മകൾ സുബൈദ ബായി, അവരുടെ മക്കൾ ആണ് ഇന്നലെ കോടതിയിൽ ഹാജരായ സമയത്ത് അവരുടെ അഭിഭാഷകൻ ഈ വാദം ഉന്നയിച്ചത്. അതായത് മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന ഫറൂഖ് കോളേജിൻ്റെ അതേ വാദമാണ് ഈ സിദ്ദിഖ് സേഠിൻ്റെ ചെറുമക്കളും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന വാദം, ഈ വഖഫ് രജിസ്ട്രേഷൻ, അതായത് ഈ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫായി രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഡീഡിൽ, ആ വഖഫ് രജിസ്ട്രേഷനിൽ ഭൂമിയുടെ ക്രയവിക്രയം പൂർണ്ണമായും ഫറൂഖ് കോളേജിന് നൽകിക്കൊണ്ടൊരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന, ഒരു വാക്ക്, പരാമർശം ആ ഡീഡിലുണ്ട്. ഒപ്പം തന്നെ ശേഷിച്ച ഭൂമി തിരിച്ചു ഫറൂഖ് കോളേജിൽ അല്ലെങ്കിൽ ഉടമസ്ഥർക്ക് ലഭ്യമാക്കാൻ, തിരിച്ച് നിക്ഷിപ്തമാക്കാനുള്ള ഒരു ക്ലോസും കൂടി വെച്ചിട്ടുണ്ട്. ഇത്തരം ചില പരാമർശങ്ങൾ ഭൂമി വഖഫ് അല്ല എന്നുള്ളതിന് തെളിവാണ്. അതായത് വഖഫ് ആയിട്ടല്ല സിദ്ദിഖ് സേഠ് ഈ ഭൂമി ഫറൂഖ് കോളേജിൽ നൽകിയത് എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. അതായത് ഈ ഭൂമി വഖഫ് ആണെന്നുള്ള വാദത്തിൻ്റെ മുകളിലാണ് അത്തരമൊരു കണ്ടെത്തലിനെ തുടർന്നാണ് ഈ വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഏറ്റെടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് വഖഫല്ല, ദാനമായി ലഭിച്ചതാണ് എന്നുള്ളതാണ് ഫറൂഖ് കോളേജിൻ്റെ വാദം. ഇതേ വാദമാണ്, ഏറെക്കുറെ സമാനമായ വാദമാണ് സിദ്ദിഖ് സേഠിൻ്റെ ഈ ചെറുമക്കൾ ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ, അതായത് വഖഫ് ബോർഡ് ഈ മുനമ്പം ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫറൂഖ് കോളേജ് കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിലപാടാണ് ഇപ്പോൾ സിദ്ദിഖ് സേഠിൻ്റെ ചെറുമക്കൾ എടുത്തിരിക്കുന്നത്. ഈ നിലപാട് ഈ കേസിനെ വിചാരണ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ വാദത്തിൻ്റെ ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ദിഖ് സേഠിൻ്റെ തന്നെ നേരിട്ടുള്ള മക്കളായ രണ്ടുപേർ ഇത് വഖഫ് ഭൂമിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കി ഇരിക്കേണ്ടതുണ്ട്, കാത്തിരുന്ന് കാണാം. ഷഹീദ്, ഇപ്പോൾ ചെറുമക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖ് സേഠിന്റെ മക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രിബ്യൂണലിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് ഷഹീദാണ്.